മറ്റൊന്ന് നടത്തം ശീലിക്കണം. നമ്മളൊക്കെ കഴിഞ്ഞ തലമുറയൊക്കെ ധാരാളം നടന്നിരുന്നു. ആ നടന്നതിൻ്റെ ഗുണം അവർ അനുഭവിക്കുന്നുമുണ്ട്. നമുക്കറിയാം, തവാഫ് 7 പ്രാവശ്യം കഅബയെ തവാഫ് ചെയ്യണം. സഈ സഫ മർവക്കിടയിൽ 7 പ്രാവശ്യം. അതേപോലെ തന്നെ ഹറമിൻ്റെ ഏതു ഭാഗത്താണ് നമ്മുടെ റൂം എന്നറിയില്ല, അങ്ങോട്ട് നടന്നു വരണം. അപ്പോൾ ധാരാളം നടത്തം തീർച്ചയായും മക്കയിലും മദീനയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു വലിയ നടത്തം വരുന്നതിന് പകരം ഇവിടെ വെച്ച് തന്നെ നമ്മൾ നടത്തം ശീലിക്കുക. ഉദാഹരണമായി കണ്ണൂരിൽ നിന്ന്, ഇപ്പോൾ വ്യത്യസ്ത ജില്ലക്കാരും വ്യത്യസ്ത സംസ്ഥാനക്കാരും ഈ സംസാരം കേൾക്കും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്നായതുകൊണ്ട്, കണ്ണൂരിൽ നിന്ന് താഴെ ചൊവ്വെ പോവുക 3 കിലോമീറ്ററാണ് ദൂരം. അത് നടന്നു പോകുന്നതിനെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായി നടക്കേണ്ട ഒരു ദൂരമാണ് 3 കിലോമീറ്ററും അതിൽ കൂടുതലും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു മൈൻഡ് സെറ്റപ്പ് ശരിയാകണം. ധാരാളമായി നടക്കേണ്ടി വരും. നേരത്തെ നമ്മൾ തീരുമാനിക്കുക. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും നടക്കും. അപ്പം അതുകൊണ്ട് ആ നടത്തം പെട്ടെന്നൊരു ദിവസം തുടങ്ങുന്നതിന് പകരം ഹജ്ജിന് പോകുന്ന ആളുകൾ രാവിലെയൊക്കെ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കടലോരത്തും അപകടം പറ്റാത്ത റോഡൊക്കെ ആകുമ്പോൾ അപകടം പറ്റാൻ സാധ്യത, അപകടം പറ്റാത്ത മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ധാരാളമായി കൈ വീശി നടക്കുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാകണം.